ആത്മീയ നിർവൃതിയുടെ പുണ്യതീരമായി ആറ്റൂർ ഒരുങ്ങുന്നു. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ദുർഗാ ക്ഷേത്രങ്ങളിൽ വിശിഷ്ടമായ ആറ്റൂർ ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് ഫെബ്രുവരി 20-ന് തിരിതെളിയുന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുകന്നൂർ വടക്കേടത്തുമന നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മങ്ങളിൽ ഫെബ്രുവരി 27-നാണ് ഭക്തർ കാത്തിരിക്കുന്ന പുനഃപ്രതിഷ്ഠ. കലശ ദിനങ്ങളിൽ കലാവിരുന്നുകളും ഭക്തിപ്രഭാഷണങ്ങളും ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. തലമുറകളിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ പുണ്യാവസരത്തിൽ പങ്കുചേരാൻ എല്ലാ ഭക്തജനങ്ങളെയും ആറ്റൂരിലേക്ക് ഭക്തിപൂർവ്വം ക്ഷണിക്കുന്നു. വള്ളുവനാട്ടിലെ ചരിത്രപ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം നാളെ ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായ പൂരനഗരിയിലേക്ക് 10,000 ഒഴുകിയെത്തി. വള്ളുവനാട്ടിലെ ഐതിഹ്യപ്പെരുമ വിളിച്ചോതുന്ന ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം നാളെ തിങ്കളാഴ്ച ആഘോഷിക്കും. പൂരത്തിന് മുന്നോടിയായി നടന്ന താലപ്പൊലി വർണ്ണാഭമായി. പൂരത്തോടനുബന്ധിച്ച് നഗരസഭ ലക്കടി പേരൂർ പഞ്ചായത്ത് പരിധിയിൽ പ്രാദേശികാവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നും നാളെയുമായി 10,000-കണക്കിന് ഉത്സവ പ്രേമികളാണ് പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തുന്നത്. 16 കുതിരക്കോലങ്ങൾക്ക് ഇന്ന് ഉച്ചയോടെ തലവെക്കുന്നതോടെ പൂരലഹരി തുടങ്ങും. വിവിധ ദേശങ്ങളിൽ ആനച്ചമയ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. പൂരം ദിവസം രാവിലെ പൂതൻ തിറ കലാരൂപങ്ങളുടെ കാവേറ്റത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ആറാട്ടിന് അകമ്പടിയായി നടക്കുന്ന പഞ്ചാരി മേളത്തിന് ചെറുശ്ശേരി കുട്ടന്മാരാർ നേതൃത്വം നൽകും. ഉച്ചകഴിഞ്ഞ് നടക്കുന്ന പ്രസിദ്ധമായ കുതിരക്കളി പൂരത്തിന്റെ പ്രധാന ആകർഷണമാണ്. തുടർന്ന് തേരും തട്ടിന്മേൽക്കൂത്തും കാളകളും മറ്റു കലാരൂപങ്ങളും ദേവി സന്നിധിയിലെത്തും. വൈകിട്ട് 5 മണിക്ക് 7 ദേശങ്ങളിൽ നിന്നുള്ള ആനപ്പൂരങ്ങൾ പൂരപ്പറമ്പിൽ അണിനിരക്കുന്നതോടെ പാണ്ടിമേളം തുടങ്ങും. പടിഞ്ഞാറൻ ചേരിയിൽ ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാറും കിഴക്കൻ ചേരിയിൽ ചെറുശ്ശേരി കുട്ടന്മാരാരും പഴവിൽ രഘുമാരാരും മേളപ്രമാണികളാകും. വൈകിട്ട് 6:30-നാണ് വാശിയേറിയ കുടമാറ്റം. വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി ലഭിച്ചതോടെ പൂരനഗരിയിൽ വൻ ജനത്തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെയോടെ ചടങ്ങുകൾ സമാപിക്കും. ന്യൂസ് ഡെസ്ക് CCV.